ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഇത് 2 അക്കങ്ങളുണ്ട്, നമ്പർ 3യും ഉണ്ട്, നമ്പർ 7ഉം ഉണ്ട്. അപ്പം ഇതിൽ നിന്നും ഒരു പൈൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു പൈൽ സെലക്ട് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറും സ്വഭാവവും, ആ വ്യക്തി നിങ്ങൾക്കാരാണ്, ആ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ കുറിച്ചുള്ളൊരു റീഡിംഗ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്, നമ്പർ 3യും നമ്പർ 7. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്ന നമ്പർ ഏതാണ്, ആ ഒരു നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം വരെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ 3, ഫസ്റ്റ് പൈലായ നമ്പർ 3. ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമ്പർ 3 ആണ് ഫസ്റ്റ് പൈൽ. നമ്പർ 3. അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ വ്യക്തി നിങ്ങൾക്ക് ആരാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 3. ഓക്കെ, നമ്പർ 3 നമുക്ക് നോക്കാം. നമ്പർ 3 എന്തൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തികളെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരെന്താണ്, അവരുടെ ക്യാരക്ടർ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഒരു എടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈൽ അതായത് നമ്പർ 3 എന്ന് പറയുന്ന സെലക്ട് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മേ ബി ഒരു തരത്തിലുള്ള വാല്യൂം തരാത്തൊരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തിയുടെ കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്താണ്, ആ വ്യക്തി ഭയങ്കര രാജാവാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അഭിപ്രായത്തിന് ഉപരി നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. ആ വ്യക്തി ഒരു ടോക്സിക് ആയിട്ടുള്ള, കറക്റ്റ് പറയണമെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് നിങ്ങൾ എന്ത് തീരുമാനിക്കണം, ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള മാനിപ്പുലേഷൻ, ഭയങ്കരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടർ. അതായത് ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ടൈം തോന്നുമ്പോൾ നിങ്ങൾക്കൊന്ന് മെസ്സേജ് ഇടും, ആ വ്യക്തിയുടെ സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊന്ന് കോൾ ചെയ്യും, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും ആ വ്യക്തിയെ താങ്ങി നിങ്ങൾ നിന്നുകൊണ്ടിരിക്കണം. അതായത് അതൊരു ഗെയിമറാണ്. മേ ബി മൈൻഡ് ഗെയിമർ അറിയാം, മേ ബി നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം, മേ ബി നിങ്ങളെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആയിരിക്കാം, പക്ഷേ ആ വ്യക്തിയുടെ സ്വഭാവം, സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തി എന്ന് പറഞ്ഞ ഒരു എംപറർ ആണ്. അതായത് ചെസ് കളിയിൽ നിങ്ങൾക്കറിയാം, ചെസ് ബോർഡ് ആയിരിക്കത്തില്ല, ചെസ് കളിക്കുന്ന രാജാവും കിങ്ങും ആയിരിക്കത്തില്ല യഥാർത്ഥത്തിൽ ജയിക്കുന്നത്, ആ കളിക്കുന്ന വ്യക്തി ആയിരിക്കും ജയിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഓരോ ഓപ്ഷൻ, അതായത് ഈ ഒരു വ്യക്തിയുടെ കറക്റ്റ് സിറ്റുവേഷൻ പറയുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ആ വ്യക്തി ഹിസ് സെൽഫ് അവന്റെ സെൽഫിൽ, അവന്റെ ജീവിതത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു രാജാവായിട്ടാണ് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ബാക്കി ആർക്കും വലിയ വില ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ആ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടും വാല്യൂ ഉള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ എത്രത്തോളം നിങ്ങളെ വെച്ച് കളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളെ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂസ് ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാനും, പെട്ടെന്ന് കള്ളം പറയാനും, പെട്ടെന്ന് സിറ്റുവേഷൻസ് ചേഞ്ച് ആക്കാനും, പെട്ടെന്ന് മാറ്റാനും ഉള്ളൊരു കഴിവ് ഈ വ്യക്തിക്ക് ഡിവൈൻ കൊടുത്തിട്ടുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾ അട്രാക്ഷൻ ആയി പോയ വ്യക്തിയായിരിക്കാം, ഭയങ്കരമായിട്ടും നിങ്ങളെ അട്രാക്ട് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയിൽ അട്രാക്റ്റഡ് ആയി പോയ ഒരു വ്യക്തിയായിരിക്കാം. ഭയങ്കരമായിട്ടും ആൾക്കാരെ, അല്ലെങ്കിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്കുള്ള വാല്യൂ ഭയങ്കരമായിട്ടും കൂടുതലായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടും കാണാൻ പറ്റുന്നു. ഈ വ്യക്തി ആക്ച്വലി ഒരു ജെന്റിൽമാൻ ആണ്. അതായത് ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജെന്റിൽമാൻ ആണ്. പക്ഷെ ഈ വ്യക്തി വളർന്നു വന്ന സാഹചര്യം മേ ബി അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലി, ഈ വ്യക്തിയുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അമ്മ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തൊരു പാഠം, ഈ വ്യക്തി വളർന്നു വന്ന ഒരു സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത്. അപ്പം അടുത്തതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
ഈ വ്യക്തികൾക്ക് എങ്ങനെ പെരുമാറണം എന്ന് അറിയത്തില്ല. അതായത് നിങ്ങളുടെ അടുത്ത് എങ്ങനെ നിൽക്കണം, എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. കുറെ റിലേഷൻഷിപ്പ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് അടിച്ചൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പറയണം, മനസ്സിൽ തട്ടി വേദനിപ്പിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് വേദനിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് അതും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഈ വ്യക്തി പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ഉള്ള എനർജി ഉള്ള വ്യക്തികളാണ്. ഭയങ്കരമായിട്ടും എങ്ങനെ സംസാരിക്കണം, ആൾക്കാരുടെ നിന്നൊക്കെയുള്ള ഒരു എനർജി പിടിച്ചു വാങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആൾക്കാരുടെ നിന്നുള്ള ആ ഒരു വാല്യൂ പിടിച്ചു വാങ്ങുന്ന, സമൂഹത്തിലൊക്കെ ഇത്തിരി വിലയും കാര്യങ്ങളും വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുതരം ആൾക്കാരായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ മേ ബി ഡോഗ്സിനെ വളർത്തുക, അതായത് ഈ പെറ്റ്സിനെ വളർത്തുക, അങ്ങനത്തെ ഉള്ള ക്യാരക്ടർ ആയിട്ടാണ് കാണാൻ പറ്റും. കുട്ടിത്തം ഉള്ളൊരു ക്യാരക്ടർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വാശിയും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ദേഷ്യം കൂടുതലുള്ള വ്യക്തികളായിട്ടും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ കുറച്ചധികം ആൾക്കാരുടെ ക്യാരക്ടർ ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി ആ വ്യക്തിയുടെ സിറ്റുവേഷനിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓരോരോ ആൾക്കാർക്കും ഇത് വേറെ വേറെ തന്നെ ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ അടുത്തോട്ട് വരത്തുള്ളൂ. അപ്പം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഈ വീഡിയോ 10,000 പേര് കാണണമെന്നുണ്ടെങ്കിൽ 10,000 പേരെ കയ്യിലും ഇത് വരേണ്ട വീഡിയോ ആണ്. ഒരു വീഡിയോ ഞാൻ ഭയങ്കരമായിട്ടും എഫേർട്ട് എടുത്ത് ചെയ്ത് അത് 400 500 പേരെ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അത്ര പേരെ കാണാൻ വിധിയുള്ള ഇതാവണം. അത്ര പേരെ അത് കാണുള്ളൂ. അത് എഴുതപ്പെട്ടതാണ്. അത് മുന്നേ ആര് എനർജിയോടെ വന്ന് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇത്ര ഒരു സംതിങ് ഇത് കുറെ അധികം കാട്ടുന്നു. പക്ഷെ അലട്ടലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചെയ്ത കർമാസിനൊക്കെ തിരിച്ച് റിട്ടേൺ അടിയായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ, ഈ വ്യക്തി ഭയങ്കരമായിട്ടും നിങ്ങളെ സ്വപ്നങ്ങൾ വഴിയും അതേപോലെ തന്നെ സൈക്കിക് അറ്റാക്ക് വഴിയും ഇതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഫുൾ സിറ്റുവേഷൻസ് ഡാർക്ക് ആക്കിയിട്ടുള്ളൊരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ലൂപ്പിൽ പിടിച്ച് നിർത്തിയേക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് ആ വ്യക്തിയെ കാണാൻ പറ്റുന്നത്. അപ്പം മേ ബി നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി നല്ല രീതിക്കായിരിക്കാം മേ ബി നിന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് റിട്ടേൺ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പൊ അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് ഈ വ്യക്തിക്ക് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്. മേ ബി കാർമിക്സ് പരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കാർമിക് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. മേ ബി നിങ്ങളെ വിട്ടുപോയതിനു ശേഷം വേറൊരു റിലേഷൻഷിപ്പിൽ കയറിയതിനു ശേഷം അത് ഭയങ്കര ടോക്സിക് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി തരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. സമാധാനമില്ല, പീസ്ഫുൾ ആയിട്ട് ഒരു റെസൊല്യൂഷൻ ആ വ്യക്തി കിട്ടാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം ആ വ്യക്തി നിൽക്കുന്നത്. കുറെ അധികം ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിൽ കുറെ അധികം ചിന്താഗതികൾ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാത്ത കുറച്ചധികം സിറ്റുവേഷനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പ്രഷർ കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണം, ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാത്തൊരു തരം വല്ലാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നത് കാണാൻ പറ്റുന്നത്. പറയുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ട്. പക്ഷേ അത്രത്തോളം ടൈം ഇതിലിപ്പം പുതിയതായതുകൊണ്ട് അത്രത്തോളം ടൈം നമുക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പെട്ടെന്ന് അതുമല്ല അത് മൂന്നും സെയിം കാർഡാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഈ തേർഡ് ഫൈൽ സിറ്റുവേഷൻ ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ ലാസ്റ്റ് എൻഡ്, അതായത് ഇയർലി എൻഡ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2025 എന്ന് പറയുന്നത് അത് പ്രോപ്പർ ഭയങ്കരമായിട്ട് ആ ഒരു വേയിൽ തന്നെ പോകുന്ന ഒരു ഇതായിരിക്കും. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം കുറച്ചധികം ആൾക്കാരുടെ ഈ ഒരു കാറ്റഗറിയിലുള്ള കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിവൈൻ പവർ. ഈ ഒരു പവറിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ജേണി കണക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ മെമ്മറീസ് ഓഫ് ലവ്, നിങ്ങൾക്ക് കുറെ അധികം മെമ്മറീസ് തരാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഡിവൈൻ്റെ അടുത്ത് നിന്ന് വന്ന വ്യക്തികളായിരിക്കാം. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നേ തീരുള്ളൂ. കാരണം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലെടുക്കാൻ, നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ് ഇറക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത് വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, ഈ ലോകത്ത് വെറുതെ വന്ന് മരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഡിവൈൻ അവർ വഴി നിങ്ങളുടെ സോൾ കണക്ഷൻ ആക്കിയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവന്ന കുറെ അധികം റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങൾക്ക് തേർഡ് ഐ ഓപ്പൺ ആക്കുക, അതേപോലെ തന്നെ അതിന് പറ്റും, തേർഡ് ഐ ഓപ്പൺ ആക്കുക, സ്പിരിച്വാലിറ്റിയിലോട്ട് കയറ്റുക, അതേപോലെ തന്നെ സ്പിരിച്വൽ അവേക്കനിലോട്ട് കയറ്റുക. നിങ്ങളെ ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും നിങ്ങൾ എന്തിനാണ് സ്പിരിച്വാലിറ്റി കയറുക. മേ ബി നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വന്നത് എന്ന് നിങ്ങൾക്ക് കമ്മിറ്റഡ് ആവാൻ പറ്റും. അപ്പം
ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് റിലേഷൻഷിപ്പ് ആണോ നിങ്ങളുടെ വ്യക്തിയാണോ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അത് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, ഡീപ്പ് ആയിട്ടുള്ള വേരുള്ളതാണ്. അതായത് വെറുതെ കൊണ്ട് നട്ടിരിക്കുന്നതല്ല, വേരുള്ള കാര്യങ്ങളാണ്. അതായത് പല രീതിക്കുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പല രീതിക്കുള്ള നിങ്ങൾ ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കാർമിക്, പാസ്റ്റ് ലൈഫിലുള്ള ഒരു ടിൻ ഫ്ലെയിം ജേണി, പല സോൾമേറ്റ് കണക്ഷൻസ് പല രീതിക്കുള്ള ഇതായിട്ട് ഇഴഞ്ഞു പിടിഞ്ഞ് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ്, ഈ വ്യക്തി നിങ്ങൾക്ക് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിക്ക് നിങ്ങൾക്ക് മണ്ട മാത്രമേ ഈ ഒരു ചെടി നിങ്ങൾക്ക് നല്ലത് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ വ്യക്തിയിലെ. ഒരിക്കലും നിങ്ങൾക്ക് എത്ര നിങ്ങൾ ഉപദ്രവിച്ചാലും എത്ര സിറ്റുവേഷൻ കൊണ്ടെടുത്താലും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ നെഗറ്റീവ് കാണാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് അതിനെ പറ്റത്തില്ല. കാരണം അത് അങ്ങനെയാണ്. അത് ഒരു കണക്ഷൻസ് ആണ്, ഒരു സോൾ കണക്ഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആണെങ്കിൽ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ, ഈ ഒരു വ്യക്തി നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ കുറേ ഉണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ പഠിപ്പിച്ച കാര്യങ്ങൾ കുറേ ഉണ്ട്. കുറേ അധികം ആൾക്കാർ ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ ജേണിയിൽ ഈ ഒരു സിറ്റുവേഷൻ കുറേ അധികം പോയിന്റ് ഓഫ് പീപ്പിൾസ്, ടാറോട്ട് കാർഡ് റീഡേഴ്സ് ഉൾപ്പെടെ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു വ്യക്തി കാരണം വന്ന കുറേ അധികം കാരണങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെടെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തി കാരണമായിരിക്കാം, ഐ തിങ്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ചൂസ് ചെയ്യത്തില്ല ഒരിക്കലും. നമ്പർ 3 സെലക്ട് ചെയ്തത് സോൾ കണക്ഷൻ ഉള്ള പാർട്ടീസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ എത്ര പേര് വരണം, എങ്ങനെ വരണം, അവരെന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഡിവൈൻ പവർ റിയലൈസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ആവശ്യമെന്ന്. അപ്പം ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ ജസ്റ്റ് വാട്സപ്പ് ഹായ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം കോള് ചെയ്യാണ്ടിരിക്കുക. കോള് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ നമ്പർ 7 സെലക്ട് ചെയ്ത ആൾക്കാരാണ്. നമ്പർ 7. നമ്പർ 7 ഓക്കെ. അപ്പൊ നമ്പർ 7 എന്ന് പറയുന്നത് ഓക്കെ, നമ്പർ 7 എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ, ഈ ഒരു വ്യക്തി ഇപ്പൊ ഫസ്റ്റ് പൈൽ ചെയ്തതാണ്. ഫസ്റ്റ് പൈലിലും ഈ ഒരു സെയിം കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യണുള്ള എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും മസ്റ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വരേണ്ട വ്യക്തിയാണ്. ഇറ്റ്സ് എ കണക്ഷൻ. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കയറാനും ടാറോട്ട് റീഡേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാനും ഈ പറയുന്ന ഈ വീഡിയോ കാണാനും ഇതേ കണക്കത്തെ ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലോട്ട് വരാനും സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളാലും ഇത്രയും കാലഘട്ടം കടന്നുപോയി നിങ്ങൾ ഇന്ന് ഈ ജന്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു സോൾ കണക്ഷൻ ആയിരിക്കാം. ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞുള്ള കുറെ കണക്ഷൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു കണക്ഷൻ ആയിരിക്കാം. അപ്പം നിങ്ങളെ ഡിവൈനുമായിട്ട് മുട്ടിക്കാൻ ഡിവൈൻ തിരഞ്ഞെടുത്തൊരു മാധ്യമം, ഒരു സെന്റർ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതായിട്ടാണ് ഈ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോയും കാണത്തില്ല, നിങ്ങൾ സ്പിരിച്വാലിറ്റി എന്താണെന്നും അറിയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടാകത്തില്ല, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല, ഒന്നിനും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിവുണ്ടാവത്തില്ല. നിങ്ങൾ ജസ്റ്റ് സാധാരണ ഹ്യൂമൻ ബീങ്ങിനെ കണക്ക് നിങ്ങൾ വെറുതെ വന്ന് മരിച്ചു പോവേണ്ട ഒരു സിറ്റുവേഷനിലായിട്ട് മാറിപ്പോകും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതൊരു ഡിവൈൻ പവറാണ്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും സോൾ കണക്ഷൻ എന്താണ്, സ്പിരിച്വൽ ജേണി എന്താണ്, അതേ കണക്കിന് കുറെ അധികം റിയലൈസേഷൻ വരുന്നത് ഈ ഒരു വ്യക്തി മൂലം എന്ന് ഞാൻ പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കുറച്ചധികം ആൾക്കാരുണ്ട്. മേ ബി ഹീലേഴ്സ് ആയിരിക്കാം, ഹീലിംഗ് പവർ ഉള്ള ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടായിരിക്കാം.
അപ്പം വരാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പം ഇവരൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം മേ ബി. അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ഈ ലൈഫിൽ, ഈ ഒരു ജന്മത്തിൽ, ഈ ഒരു ലോകത്ത്, ഈ ഒരു നാട്ടിൽ, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ടൈമിൽ നിങ്ങളെ കാണണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം, റിയലൈസേഷൻ ചെയ്യണം എന്നുള്ളൊരു പവർ കൊണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ഇതിൽ എത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്പിരിച്വൽ ജേർണി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നേക്കുന്ന ട്രോമാസ്, ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നേക്കുന്ന സിറ്റുവേഷൻസ്, ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നേക്കുന്ന അടി, ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ, പല രീതിക്കുള്ള സൈക്കിക് അറ്റാക്കുകൾ, പല രീതിക്കുള്ള സിറ്റുവേഷൻസ്, ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി റിലേറ്റീവ് ആയിരിക്കാം, മകനായിരിക്കാം, മകളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, ഈ വ്യക്തി നിങ്ങളുടെ ആരും ആവാം. പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തി കാരണം പോയ സിറ്റുവേഷൻസ്, സഞ്ചരിച്ച വഴികള്, കർമാസുകള്, തരണം ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടും ഒരിക്കലും ആർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, ഭയങ്കരമായിട്ടും ഡാർക്ക് ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഞാനിത് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യം എന്താന്ന് പറയുമ്പോഴേക്കും, ഇതിപ്പോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ക്യാമറ ഫോണിലായതുകൊണ്ട്, ക്യാമറ ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ 2GB 4GB 5GB ഒക്കെ അടുപ്പിച്ച് പോകും. അപ്പം മുന്നത്തെ കണക്ക് ഇപ്പൊ നേരത്തെ വന്നാൽ നിങ്ങളൊന്നും അറിയാൻ പറ്റും, 40-50 MB ആരും കാണത്തുമില്ല. ജസ്റ്റ് അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിൽ കൊടുത്തത്. ഞാൻ ഇനി കുറെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്കും കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നല്ല, ആ ഒരു പോയിന്റ് മാത്രമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ കാർഡ് നോക്കി പറയാനാണെങ്കിൽ കുറെ അധികം ഉണ്ട്, വെളുക്കും വരെ ഇരുന്ന് പറയാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കാനും ഒരു മടുപ്പുണ്ടാവും. ഓക്കെ. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നേക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്തിനാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിരിക്കുന്നത്. ആ ഒരു പോയിന്റിലോട്ട് നിങ്ങൾ എത്താനും, നിങ്ങൾക്ക് എന്താണ് നിങ്ങളെന്ന് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ്. കൂടുതൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യും, ഈ വ്യക്തി നിങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാകുന്ന ടൈം ആയിരിക്കും. നിങ്ങളെ വിഷമിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു നിങ്ങൾ ആരാണെന്നൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ഉള്ളിലോട്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നൊരു വ്യക്തിയായിരിക്കും ഈ ഒരു വ്യക്തി. കാരണമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. അപ്പം കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, വണ്ടർഫുൾ ആയിട്ടൊരു ജേണി, വണ്ടർഫുൾ ആയിട്ടൊരു ലൈഫ് എക്സ്പീരിയൻസ്, വണ്ടർഫുൾ ആയിട്ടൊരു ലവ്, അതേപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം, ഒരു കുട്ടിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണം, നല്ലൊരു ജീവിതത്തിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു സമയവും ഉണ്ടായിരുന്നു, എന്നൊക്കെ മേ ബി നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, എന്നൊക്കെ ആഗ്രഹിക്കാൻ വേണ്ടിയുള്ള ടൈമിന് വരെയും ചെയ്യുമായിരിക്കും. മേ ബി അത് പാസ്റ്റ് ആയിരിക്കാം. അപ്പം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തുകൊണ്ട് പോവാൻ കാരണം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഈ വ്യക്തി എന്താണ് സിറ്റുവേഷൻസ്, മേ ബി നിങ്ങൾ ഈ വ്യക്തിയെ ഒരു ഡിവൈൻ പവർ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു ഇത് പല എക്സാമ്പിൾ ഉണ്ട്, പക്ഷെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഈ പറയുന്ന ഈഗിൾ എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഈ പറയുന്ന ഈഗിൾ എന്ന് പറയുന്ന ഇതിന് പറക്കാൻ പറ്റും. പക്ഷെ ഈ ബൈക്ക് എന്ന് പറയുന്നത് ഇതിനെ ചാവിയിൽ ഇട്ടിട്ട് ആളില്ലാണ്ട് ഇതിനെ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പൊക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അങ്ങ് വീഴും. പക്ഷെ ഈ ഓടുന്ന വ്യക്തി എന്ന് പറയുന്നത് അതിന്റെ പിറകെ പോകാൻ പറ്റും. അത് അവിടെ നിൽക്കുമെന്ന് അറിയാം. ചുമ്മാ എന്തിനാണ് പോകുന്നത്? അവിടെ വീഴുന്ന സമയത്ത് പോയി എടുത്താൽ പോരെ. ചുമ്മാ എന്തിനാണ് അതിന്റെ പിറകെ ഓടുന്നത്? ഓക്കെ. അപ്പം ഇതിന് പറക്കാൻ പറ്റും. അപ്പൊ ഇതൊരു ഡിവൈൻ ആയിട്ട് കൂട്ടുക. ഇതൊരു ഡിവൈൻ ആണ്. ഇത് നിങ്ങളുടെ ഡിവൈൻ. ഇതിന് എല്ലാത്തിനുള്ള കഴിവുണ്ട്. ഇതിന് അത്രയും കഴിവൊന്നുമില്ല. ഇത് അവിടെ ചെല്ലുമ്പോൾ വീഴും. ഇത് നിങ്ങൾ പിറകെ ഓടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ടൈം ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് എടുക്കാന്നുള്ളൂ. കാരണം ചാവി നിങ്ങളല്ലേ ഇരിക്കണം. നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, വേറെ ആരും വന്ന് എടുത്തോണ്ട് പോകത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് പിറകെ പോയി ടൈം വേസ്റ്റ് ചെയ്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും, നിങ്ങൾക്ക് ഒന്നിനും പറ്റത്തുമില്ല. അപ്പം മേ ബി റിലേഷൻഷിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പം ടൈം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സിമ്പിൾ, നിങ്ങളുടേതായ സാധനം ആണ്, നിങ്ങളുടേതായ ലൈഫിൽ വരുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ കഴിക്കേണ്ട ഫുഡാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ കഴിച്ചിരിക്കും. ഓക്കെ. അപ്പം അതാണ് പറയുന്നത്, വണ്ടർഫുൾ ആയിട്ടൊരു ലൈഫ് എക്സ്പീരിയൻസിലൊക്കെ നിങ്ങൾ എത്തണം. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടെത്തിക്കണം. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് കുറെ ജന്മം കഴിഞ്ഞ് വന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തികൾ. ലൈഫ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ചിന്തിക്കും കണക്കത്തെ ലോക്കൽ എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കത്തില്ല ആ വ്യക്തിയുടെ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അത്ര എക്സ്പീരിയൻസ് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും അല്ലെങ്കിൽ പോലും
അതിന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം അതൊക്കെ അനുസരിച്ച് ആ ഒരു വ്യക്തിയുടെ അടുത്തൊക്കെ പെരുമാറാൻ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കൊച്ചുകുട്ടിയായാലും മേ ബി ഞാൻ ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങളെക്കാട്ടി ഏജ് കുറഞ്ഞ വ്യക്തികളായിരിക്കും, ചിലപ്പം ഏജ് കുറയാത്ത വ്യക്തികളായിരിക്കും, പക്ഷെ നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഭയങ്കര ചില്ലായിട്ടുള്ള കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരെയും മനം മയക്കും, ആരെയും സംസാരിച്ച് വീഴ്ത്താൻ പറ്റുന്ന, ആരെയും കൺട്രോളിലാക്കാൻ പറ്റുന്ന ഒരു തരം ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഫെമിനിൻ എനർജി ഉള്ള, എന്തും ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തികളെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക ആദ്യം. വാട്സപ്പ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്തോളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.